ഇതൊന്നും രേഖയൊന്നും കഴിക്കാത്തത്? ഇതൊക്കെ ഒന്ന് എടുത്ത് കഴിക്കടോ. മതി അജി. ഇത്രയും നേരം വിനോദിനെ കാത്തു. കാണാതായപ്പോ ഞങ്ങളങ്ങ് ആരംഭിക്കാന്ന് വെച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനൊന്ന് പോർട്ട് വരെ പോയിരുന്നു. ഈ ആഴ്ച സിംഗപ്പൂരിന് ഒരു കൺസൈൻമെന്റ് ഉണ്ടേ. ഷിപ്പ് 2-ാം തീയതി പോർട്ട് വിടും. അജി എപ്പോ എത്തി? ഇന്ന് രാവിലെ. എന്റെ ടിക്കറ്റിന്റെ കാര്യം ശരിയാക്കണമായിരുന്നു. വാറന്റിന് വേണ്ടി ക്യാമ്പ് വരെ പോയിട്ട് വരിക. നാളെ ശരിയാവുള്ളൂ. ആ പിന്നെ വിനോദ്, ഞാൻ രേഖയോട് സജഷൻ പറഞ്ഞു. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതിനേക്കാ രേഖ കൂടി ഓഫീസിൽ വന്നിരുന്ന വിനോദിന് അതൊരു ഹെൽപ്പായിരിക്കും. രേഖയുടെ ഇവിടുത്തെ ലോൺലെസ് മാറി കിട്ടും. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. എന്താ രേഖ? കൊള്ളാം, ഐശ്വര്യായിട്ടുണ്ട്. അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് ആ കസേര ഇരുന്നോളൂ. അല്ല, ഒരു കണക്കിന് കുഞ്ഞിന് ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി. മേനോൻ സാറാണ് നല്ല അടുക്കും ചിട്ടയുള്ള ഒരാളായിരുന്നു. വിനോദ് സാർ ഒരു വകയാ. അതുകൊണ്ടാ ഞാൻ പറയണേ, കുഞ്ഞിന്റെ 2 കണ്ണ് വേണമെന്നില്ല, പക്ഷെ ഒരു കണ്ണ് എല്ലായിടത്തും വേണം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. കുഞ്ഞെ, ദിസ് ഈസ് ആലീസ്. കാഴ്ചയിൽ സീനിയറായി തോന്നുമെങ്കിലും ആളൊരു മൈനർ ക്ലർക്കാ. കുഞ്ഞിന് എന്ത് സംശയം ഉണ്ടെങ്കിലും ആലീസിനോട് ചോദിച്ചാൽ മതി. മാത്തമാറ്റിക്സിൽ എന്ത് ഡിഫിക്കൽട്ടിയും ആലീസ് സഫർ ചെയ്യും. ആലിസിനെ കണ്ടിട്ട് സീനിയർ ആണെന്ന് തോന്നുന്നില്ലല്ലോ. പപ്പേട്ടന്റെ ഇംഗ്ലീഷ് മാഡത്തിന് അറിഞ്ഞൂടെ? പറഞ്ഞു വന്ന അർത്ഥം തന്നെ മാറിപ്പോ. എന്നാ പപ്പേട്ടൻ ചെല്ലേ. എന്താ ഇത്? ഓഡിറ്റേഴ്സിന് അയക്കാനുള്ള സ്റ്റേറ്റ്മെന്റാ. മാഡത്തിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ വിനോദ് സാർ പറഞ്ഞു. യെസ്, വിനോദ് മേനൻ സ്പീക്കിംഗ്. വാട്ട്? എപ്പോ? ഞാനിതാ എത്തിക്കഴിഞ്ഞു. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. അവരോട് റിപ്പോർട്ട് എഴുതരുതെന്ന് പറയണം. ഐ ബി ദർ ഇൻ ജസ്റ്റ് 10 minutes. കള്ളൻ പോണ കണ്ടില്ലേ? വല്ലോന്റെയും കാശല്ലേ? ആ കോട്ടും സൂട്ടും എവിടേക്കും പോണേ? ആരെങ്കിലും കുളിപ്പിച്ച് കിടത്താനായിരിക്കും. ഒന്ന് പോണ ചെക്കാനേ. എന്തായി? ആകെ കുഴഞ്ഞു സാറേ. പുതിയ ഒരാളെ ചെക്കിങ്ങിന് വന്നത്. ആരും ഒറ്റ കൊടുത്തതാ. അവരെത്ര പേരുണ്ട്? 8 പേരുണ്ട് സാർ. എല്ലാം സീൽ ചെയ്തു. 5 പേർ ഗോഡൌണിലുണ്ട്. 3 പേർ തോമസ് സാറിന്റെ മുറിയില്ല.
നീ കുളിക്കുകയായിരുന്നോ? ആ, അച്ചാമ്മ എവിടെ പോയി? അവരുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് രാവിലെ പോയതാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. വിനോട്ട് ഇതുവരെ എവിടെയായിരുന്നു? എന്റെ ഒരു ഫ്രണ്ട് ബോംബെയിൽ നിന്ന് വന്നിരുന്നു. ഞാൻ അവനുമായിട്ട് കോയമ്പത്തൂർ വരെ പോയി. രേഖ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല, വിനോട്ട് വരട്ടെന്ന് വിചാരിച്ചു. ഞാൻ അവനോടൊപ്പം കഴിച്ചതാ. നീ കഴിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. വിനോദ് സാർ വന്നിട്ടില്ല. ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു. 50,000 രൂപയുടെ ക്യാഷ് ചെക്ക് വന്നിട്ടുണ്ട്. അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല. 2000 രൂപയിൽ കൂടുതൽ ക്യാഷ് ചെക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? അത് വിനോദ് സാറാ കൊടുത്തത്. ബാങ്കിൽ പണമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാ ചെക്ക് കൊടുത്തത്? വിജയ ട്രേഡിങ്ങിന് കൊടുത്ത ചെക്ക് ഇന്നലെ സെക്കൻഡ് ക്ലിയറിംഗിന് വന്ന് പാസ്സായി പോയി. അത് വിനോദ് സാർ അറിഞ്ഞിട്ടില്ല. സാധാരണ മദ്രാസ് ചെക്ക് 2 ആഴ്ച കഴിഞ്ഞേ വരാറുള്ളൂ. ആർക്കായി ചെക്ക് കൊടുത്തത്? അത് ക്യാഷ് ചെക്കാ. ആർക്കാ കൊടുത്തതെന്ന് ബാങ്കിൽ പണമില്ലാത്തത് കൊണ്ട് ചെക്ക് മടങ്ങിയെന്ന് നീ പറയരുത്. നിനക്ക് വേണമെങ്കിൽ മാനേജറോട് വിളിച്ച് പറഞ്ഞത് പാസ്സാക്കാമായിരുന്നു. പാസ്സാക്കാമായിരുന്നു. പക്ഷെ എന്തിനു വേണ്ടി കൊടുത്തു എന്നറിഞ്ഞപ്പോ അത് ആവശ്യമാണെന്ന് തോന്നിയില്ല. ബിസിനസ് അറിയാത്തതുകൊണ്ട് നിനക്കത് തോന്നില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുമ്പോൾ പലർക്കും കൈക്കൂലി കൊടുക്കേണ്ടി വരും. എന്റെ അച്ഛൻ ഇത്രയും നാൾ ബിസിനസ് ചെയ്ത് കൈക്കൂലി കൊടുത്തിട്ടല്ല. അദ്ദേഹം എക്സ്പോർട്ട് ചെയ്തത് തേയിലയാ. തേയിലക്കുള്ളിൽ കഞ്ചാവായിരുന്നില്ല. പണം ഉണ്ടാക്കാനുള്ള വഴി നിന്റെ അച്ഛനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് ആരും എന്നെ ഉപദേശിക്കണമെന്നില്ല. നിന്റെ തന്ത ഉണ്ടായിരുന്നപ്പോ അയാൾ പറയുന്നതൊക്കെ കേൾക്കണമായിരുന്നു. ഇപ്പൊ നീ പറയുന്നത് കേൾക്കണമെന്ന് വന്നാൽ അത് നടക്കില്ല. ഞാൻ പറയുന്ന പോലെ ഒന്നും കേൾക്കണമെന്നില്ല. പക്ഷെ എന്റെ അച്ഛനുണ്ടാക്കിയ റെപ്യൂട്ടേഷൻ നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. ഓ, നേരായ മാർഗത്തിലൂടെയാണല്ലോ നിന്റെ തന്ത ഇതൊക്കെ സംഭവിച്ചത്. അല്പം കൂടി മാന്യമായി സംസാരിക്കണം. എന്റെ അച്ഛന് കള്ളക്കടത്തും കരിഞ്ചന്തയും നടത്തിയ പാരമ്പര്യമൊന്നുമില്ല. മതി, ഇനി അധികം സംസാരിക്കണ്ട. ഇവിടെ നിന്ന് ഇനി തേയില ക്ലിയറിങ്ങിന് പോകണമെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടേ നടക്കൂ. കോളടിച്ചല്ലോ. ഇനി കൃഷ്ണഗിരി എസ്റ്റേറ്റിന്റെ സർവാധിപതിയല്ലേ? കിരീടമില്ലാത്ത രാജകുമാരൻ. ഫാദറിലാം മരിച്ചിട്ട് സിംഹാസനം പിടിച്ചടക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുകയായിരുന്നല്ലോ. അതോർത്ത് പറഞ്ഞതാ. നോ, ഇടയ്ക്ക് ദേഷ്യം വരുമ്പോ വെറുതെ അങ്ങനെ തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറ്റ് വാസ് എ ട്രാജഡി. പിന്നെ രാജ്യഭാരം കയ്യിലാകുമ്പോ ഈ ദേവദാസിയെ മറക്കരുത് കേട്ടോ. തൃശ്ശൂരിലെ പ്രോഗ്രാമിന് വരുമെന്ന് പറഞ്ഞ ആളാ. പാലക്കാട്ടെങ്കിലും പ്രതീക്ഷിച്ചു. ഡാൻസ് ചെയ്യാൻ സ്റ്റേജിൽ കയറുമ്പോഴും ഞാൻ വിനോദിനെ തിരയുകയായിരുന്നു. ഡെയ്സി, എന്തിനാ ഇത്ര ആവേശം? ഞാൻ ഇവിടെ വന്ന് 2 ദിവസമായി. ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഡെയ്സി, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ കാര്യങ്ങൾ. ദേ ഇപ്പൊ തന്നെ നിനക്ക് വേണ്ടി മാത്രം ഞാൻ വന്നിരിക്കുക. ആഹാ, ഇവിടെ ഇരിക്കുകയായിരുന്നോ? എന്തുപറ്റി? ഇന്നലെ രാത്രി ബാത്റൂമിലൊന്ന് സ്ലിപ്പ് ചെയ്ത് വീണതാ. അധികം പറഞ്ഞോ? ഇല്ല, ചെറുതായിട്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കള്ളം പറയുന്ന രേഖയുടെ കുട്ടിക്കാലത്തെ സ്വഭാവം ഇതുവരെ മാറിയില്ലല്ലേ? അജി, എന്നോടൊന്നും ചോദിക്കരുത്. കഴിഞ്ഞതെല്ലാം മറക്കണം. മറക്കണം? എത്ര എളുപ്പത്തിൽ രേഖയ്ക്ക് പറയാൻ കഴിയുന്നു? എല്ലാം മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. വീണ്ടും ഒരിക്കലും മോൻ കാണരുതെന്നും ആഗ്രഹിച്ചതാ. പക്ഷേ എന്താ ഇത്? ഞാൻ രേഖയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്നെങ്കിലും ഒരിക്കൽ അജിയോട് എല്ലാം തുറന്നു പറയേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു.